പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി ഒരു കഥ കേൾക്കൂ. നിയമം പാലിക്കൂ. ഏയ് രമേശ, ഹെൽമറ്റ് കയ്യിൽ തൂക്കിയിടാതെ തലയിൽ വച്ചിട്ട് പോ, അമ്മ എപ്പോഴും പറയും. പക്ഷേ രമേശൻ ഹെൽമറ്റ് വയ്ക്കുന്ന പരിപാടിയില്ല. അപ്പുറത്തെ വീട്ടിലെ സുരേഷാണെങ്കിൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ കണിശക്കാരനാണ്. മോനെ, സീറ്റ് ബെൽറ്റ് ഇടൂ, കാറിൽ കയറിയാലുടൻ അയാൾ പറയും. ഇവരുടെ സുഹൃത്തായ ഷാജി നിയമങ്ങൾ അനുസരിക്കാൻ മടിയുള്ളവനാണ്. ഒരു ഗ്ലാസ് അല്ലേ എന്ന് പറഞ്ഞ് മദ്യപിച്ചു തുടങ്ങി. ഒടുവിൽ നില തെറ്റിയ അവസ്ഥയിലായി. ലക്കില്ലാതെ അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയ ഷാജിയെ പോലീസ് കൈ കാണിച്ച് തടഞ്ഞു നിർത്തി. ഊതിച്ചു നോക്കേണ്ട കാര്യമില്ല, ഫുൾ ഫിറ്റാ, പോലീസുകാരൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബൈക്ക് കസ്റ്റഡിയിലെടുത്ത ശേഷം അയാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ജീപ്പിൽ കയറാൻ കൂട്ടാക്കാതെ ലഹള കൂട്ടിയ ഷാജിയെ പോലീസുകാർ ബലമായി പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ ലഹളയുടെ ഇടയിൽ ആനന്ദ് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഹെൽമറ്റ് ഇല്ലാതെ പാഞ്ഞുപോയി. പോലീസ് പിന്നാലെ വരുമെന്ന ഭയത്തോടെ അമിത വേഗതയിൽ പാഞ്ഞ അയാളുടെ ബൈക്ക് അടുത്ത വളവിൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞു. തലയടിച്ചു വീണ അയാൾക്ക് ഹെൽമറ്റ് ഇല്ലാത്തതിനാൽ സാരമായ പരിക്ക് പറ്റി. അടുത്ത ദിവസം ദേശീയ റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി നടന്ന റാലിയിൽ ഹെൽമറ്റ് ധരിക്കാത്ത രമേശനെയും ഷാജിയെയും ഉൾപ്പെടെ നിയമം ലംഘിച്ച നിരവധി പേരെ നിരത്തി നിർത്തിയിരുന്നു. അവരുടെ കഴുത്തിൽ ഞാനിനി സീറ്റ് ബെൽറ്റ് ധരിക്കും, തലയിലെ തൊപ്പിയിൽ ഞാൻ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്യില്ല എന്നൊക്കെ എഴുതിയിരുന്നു. അവരിൽ ഒരാൾ കുറ്റബോധത്തോടെ പറഞ്ഞു, ചെറിയൊരു അശ്രദ്ധം മൂലം എനിക്ക് വളരെ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ഞാൻ വല്ലാതെ തളർന്നു. ഇനി ഒരിക്കലും ഞാൻ നിയമം ലംഘിക്കില്ല. രമേശ് ആവേശത്തോടെ വഴിയരികിൽ കാത്തു നിന്ന കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഏത് വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നിയമം പാലിക്കണം. സൈക്കിൾ പോലും ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കരുത്. ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അമിത വേഗതയിൽ ഓടിക്കാൻ പാടില്ല. ഷാജി പറഞ്ഞത് കേട്ട് അയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ചിരിച്ചു. പക്ഷേ ഷാജി ഉറച്ച തീരുമാനം പറഞ്ഞു, ഇനി ഞാൻ മദ്യപിക്കില്ല, അഥവാ മദ്യപിച്ചാലും നിയമം തെറ്റി വാഹനം ഓടിക്കില്ല. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. ആ സമയത്ത് ബാൻഡേജുകൾ കൊണ്ട് മൂടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്ന ആനന്ദ് അവിടെ എത്തി. ഞാനും നിങ്ങളോട് യോജിക്കുന്നു. ഇനി ഒരിക്കലും അമിത വേഗതയിൽ യാത്ര ചെയ്യില്ല. പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കും. പോലീസിനെ വെട്ടിച്ച് അപകടത്തിൽ ചെന്ന് ചാടാൻ ഞാനില്ല. അത് കേട്ട് എല്ലാവരും കൈയടിച്ചു. കുട്ടികളെ കൊണ്ടുവന്ന മാഷ് പറഞ്ഞു, റോഡ് സുരക്ഷ സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തെ ചിരി മായാതിരിക്കാൻ നിയമം അനുസരിക്കുക. കുട്ടികൾ അത് കേട്ട് തല കുലുക്കി.